ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വാട്ട് ഐ ഈറ്റിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയി ചെയ്യണമെന്നൊന്നും വിചാരിച്ചതല്ല. കുറച്ച് ദിവസം മുന്നേ ഞാനൊരു ചെറിയ വീഡിയോ ഇട്ടിരുന്നു, ലൈക്ക് എൻ്റെ വെയിറ്റ് ലോസിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ എന്തൊക്കെയാണ് കഴിച്ചേ വെയിറ്റ് ലോസിൻ്റെ സമയത്ത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഞാനത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് കുറേ പേര് എന്നോട് അതിൻ്റെ ആം, കുറച്ച് ഡെയിലി ബേസിസിൽ എന്താ കഴിക്കുന്നത് എന്ന് ഇടോ, എന്നാൽ കുറച്ചുകൂടി യൂസ്ഫുൾ ആവും വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തു. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ എൻ്റെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നും ബാക്കി എന്തൊക്കെ സാധനം എന്തുകൊണ്ട് ഞാനത് പിന്നെ അവോയ്ഡ് ചെയ്തതെന്നും അതും കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അവക്കാഡോ എടുത്തിട്ടുണ്ട്. ഇന്നിപ്പം അവക്കാഡോ വീട്ടിലുള്ളത് കൊണ്ട് ഇത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നട്ട്സോ എന്തെങ്കിലും യൂസ് ചെയ്യും. ഫ്രൂട്ട്സ് അധികം ഭയങ്കര ഷുഗർ ഉള്ളത് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇങ്ങനെ പിന്നെ അവക്കാഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാറ്റ് കണ്ടൻറ്റ് ഭയങ്കര കൂടുതലുള്ള ഫ്രൂട്ടാണ്. പക്ഷേ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഗുഡ് ഫാറ്റ് കണ്ടൻറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര നല്ലതാണ്. ഹെയറിനാണെങ്കിലും സ്കിന്നിനാണെങ്കിലും കുറേ വൈറ്റമിൻസൊക്കെ ഉള്ളൊരു ഫ്രൂട്ടാണ്. പിന്നെ അധികം സ്വീറ്റും അല്ല. അപ്പോൾ ഷുഗറുള്ള പേഷ്യൻസിനാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ്. പിന്നെ ഞാൻ 2 ബോയിൽഡ് എഗ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ അത് ഒന്ന് ജസ്റ്റ് അതിൻ്റെ മേലെ പെപ്പറും സോൾട്ടും ഇട്ടിട്ട് കഴിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കറിയോ എന്തെങ്കിലും യൂസ് ചെയ്ത് കഴിക്കും. എനിക്ക് എഗ്ഗ് മാത്രമായിട്ട് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട്, കാരണം കൂടുതൽ എഗ്ഗ് ആയതുകൊണ്ട് ഡയറ്റിൽ കുറച്ചൊരു മടുപ്പ് ഫീൽ ചെയ്യും. പിന്നെ ഞാൻ ഒരു 12 മണിയൊക്കെ ആയപ്പം എനിക്ക് വിശക്കാൻ തുടങ്ങി. അപ്പം ഞാനൊരു ഫ്രൂട്ട് എടുത്ത് കഴിച്ചു. പിന്നെ ഉച്ചക്കത്തെ ഫുഡ് ഞാൻ ഭയങ്കര ലേറ്റായിട്ടാണ് കഴിക്കുന്നത്. ഒരു 4:30 ഒക്കെ ആയി. അപ്പം ഞാൻ റാഗി ദോശയാണ് ഇന്ന് കഴിക്കുന്നത്. അതിൻ്റെ കൂടെ പ്രോട്ടീനിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോസ് എടുത്തിട്ടുണ്ട്. ടൊമാറ്റോ എന്താ എടുത്തതെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ഇൻഫ്ലമേഷൻ കൂടുതലാണ്. അപ്പം ഇൻഫ്ലമേഷൻ കുറയ്ക്കാനൊക്കെ എന്തെങ്കിലും ഒരു വെജിറ്റബിൾസ് ഞാൻ യൂഷ്വലി എടുക്കും. അപ്പോൾ ഇന്ന് ടൊമാറ്റോ എടുത്തതേ ഉള്ളൂ. ലഞ്ച് ഭയങ്കര ലേറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് രാത്രി അത്ര ഹെവി ആയിട്ട് കഴിക്കാൻ തോന്നിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് റാഗി വെച്ചിട്ട് സൂപ്പാണ് ഉണ്ടാക്കിയത്. ചിക്കനും സ്വീറ്റ് കോണൊക്കെ ഇട്ടിട്ടുള്ള സൂപ്പാണ് ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ വിശക്കുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും കഴിക്കും. പക്ഷേ ഹെൽത്തി ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ യൂഷ്വലി നോക്കാറ്. അപ്പോൾ ഇന്നൊരു ദിവസം ഇത്രയൊക്കെയാണ് കഴിച്ചത്. ചില ദിവസം എനിക്ക് രാത്രിയാകുമ്പോൾ നല്ല വിശക്കാൻ തുടങ്ങും. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിക്കാറുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് റെക്കോർഡിങ്സ് കുറച്ച് കേൾക്കാതായി. അതാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫുഡൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെയാണ് കഴിക്കാറ്. മാക്സിമം വീട്ടിലുള്ള ഫുഡ് യൂസ് ചെയ്യാൻ നോക്കും. പിന്നെ പുറത്ത് പോയിട്ടുള്ള കൈൻഡ് ഓഫ് എന്തെങ്കിലും ഈ ഭയങ്കര സപ്ലിമെൻറ്റ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഇങ്ങനത്തെ സിമ്പിളായിട്ട് വീട്ടിലുള്ള ഡയറ്റ് തന്നെ ചെയ്യാൻ നോക്കി. എനിക്കിതാണ് കുറച്ചും കൂടി ലൈക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയത്. കാരണം ബാക്കിയുള്ളതൊക്കെ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് മടുക്കാൻ തുടങ്ങും. കാരണം ഡെയിലി നമ്മൾ എന്തെങ്കിലും സാലഡ് പ്രിപ്പയർ ചെയ്യണം, മറ്റേത് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് തന്നെ നമുക്ക് ആവശ്യമുള്ളൊരു കൈൻഡ് ഓഫ് ഒരു എമൗണ്ടിലെടുത്ത് കഴിച്ചാൽ മതി. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുള്ളാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എന്നോട് കമൻസിൽ ചോദിക്കുക. പിന്നെ ഞാൻ ഡയറ്റീഷ്യനൊന്നുമല്ല, പക്ഷേ എനിക്കറിയുന്ന പോലെ ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. പിന്നെ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക, നന്നായിട്ടുള്ള ഫുഡ് കഴിക്കാൻ നോക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.